തിരുവനന്തപുരം മുട്ടണ വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഹിയറിംഗ് ഇന്നാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തും. 2 ദിവസത്തിനകം തീരുമാനമെടുത്ത് അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രചരണം തുടരുകയാണ് വൈഷ്ണ. ഗോപാൽ ശീലാസനൽ വൈഷ്ണയ്ക്കൊപ്പമുണ്ട്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ വൈഷ്ണയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഹിയറിംഗിൽ ഫലം കാണുമെന്നാണ്. വൈഷ്ണ രാവിലെ തന്നെ ക്യാമ്പയിൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ വരെയും അതായത് ഈ വിവാദമുണ്ടായി അതിനുശേഷം ആ പ്രശ്നം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടുകൂടി വൈഷ്ണയുടെ പ്രചാരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടായ ഘട്ടത്തിൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ സജീവമായി തന്നെ വൈഷ്ണയുടെ പ്രചരണം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ വൈഷ്ണ പ്രചരണം നടത്തുന്ന മുട്ടടയിലെ അമ്പലനഗർ വാർഡിലാണ് ഉള്ളത്. അമ്പലനഗറിൽ വീടുകൾ കയറുന്ന പ്രചരണ പരിപാടിയിലാണ് ഇപ്പോൾ വൈഷ്ണയുള്ളത്. ഈ പ്രദേശത്തെ പ്രദേശത്തെ ഒരു വീടിനുള്ളിൽ ഇപ്പോൾ വീട്ടുകാരുമായി സംസാരിക്കുകയാണ് വൈഷ്ണ. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വൈഷ്ണയുടെ പ്രതികരണമൊക്കെ തേടാവുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇതിൽ ഹിയറിംഗ് വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. വൈഷ്ണ പുറത്തേക്ക് വരികയാണ്. ഇന്ന് പ്രചരണം പൂർവാധികം ശക്തിയോടെ ഇന്നലെ ആരംഭിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രചാരണ പരിപാടിക്ക് മുന്നോട്ട് പോകുന്നത്? അല്ല, കേസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കേണ്ടത് ചോദിച്ചാൽ എല്ലാവരും പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ പ്രചരണം അതിൻ്റെതായ രീതിക്ക് പോകുന്നുണ്ട്. അതെ അതെ, പോസിറ്റീവ് തന്നെയാണ്. ഹിയറിംഗ് ഇന്നാണല്ലോ. എത്ര മണിക്കാണ് ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്? 3 മണിക്കാണ് ഹിയറിംഗ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3 മണിയോടുകൂടി അവിടെ ഹാജരാകും. അതെ 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 അതെ, പോസിറ്റീവാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഒരു സ്വീകാര്യതയൊക്കെ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയി ഇപ്പം. കാരണം നമുക്കിപ്പോൾ ഒരു 3/4% ആൾക്കാർ നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. പിന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്കെല്ലാം ഇപ്പോൾ അങ്ങോട്ട് പറയാതെ പരിചയപ്പെടുത്താതെ തന്നെ നമ്മൾ നന്നായിട്ട് അറിയാം. അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പറയില്ല. കാരണം നമുക്ക് എത്രത്തോളം ദിവസങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനസികപരമായ ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകും. കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ അനുകൂലമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ആ പരാമർശത്തിന്റെ ആനുകൂല്യം വിധിയിലും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തിലാണ് പ്രചരണം പുനരാരംഭിച്ചത്. തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കോടതിയിൽ മേലുണ്ട്. അതേപോലെ വരുന്നു തന്നെയാണ് പ്രതീക്ഷ. അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഇന്ന് എതിർഭാഗവും ഈ ഹിയറിംഗിന് വരും. അപ്പോഴും അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നോട്ടെ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണോ സത്യം അത് ജയിക്കും. ഇന്ന് എത്ര മണിവരെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണയാണ് നൽകുന്നത്. കാരണം സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായപ്പോഴും മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കാതെ കൂടെ ഈ ഘട്ടത്തിലെല്ലാം തന്നെ നിന്നു. തീർച്ചയായും നമുക്ക് പാർട്ടി തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം വളരെ വലിയൊരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട്. വളരെ നല്ല റെസ്പോൺസ്. നമ്മൾ വീടുകൾ കയറാതെ ഇന്നലെ വരെ വീടുകൾ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ആൾക്കാർ വെച്ച് എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷം. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. അതോടൊപ്പം തന്നെ ജനറൽ വാർഡിൽ ഒരു കേസ് നേതാവ് മത്സരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതെ ഇടതുപക്ഷം അല്ല, അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണല്ലോ. അപ്പോൾ ഇത്തവണ ഇലക്ഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത്തരത്തിൽ പ്രചാരണ പരിപാടികൾ അതിവേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UDF സ്ഥാനാർത്ഥി വൈഷ്ണ SL. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇരുകൂട്ടരും ഒന്നിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിലെ ഹർജിക്കാരിയായിട്ടുള്ള വൈഷ്ണ SLും അതിനോടൊപ്പം തന്നെ ഈ പരാതിയിൽ എതിർഭാഗത്തുള്ള ധനേഷ് കുമാർ, അനിത തുടങ്ങിയ CPM നേതൃത്വവും എല്ലാം തന്നെ ഇന്ന് ഈ ഹിയറിംഗിൽ ഹാജരാകും. ഹിയറിംഗിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയാണ് അല്പനേരം മുൻപ് നമ്മോട് വൈഷ്ണ സംസാരിച്ചത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാങ്കേതിക പിഴവാണ് എന്ന തരത്തിലേക്കുള്ള വാദം തന്നെ ആവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ. വൈഷ്ണയുടെ പ്രചരണം തുടരുകയാണ്, അതിവേഗം മുന്നോട്ട് പോവുകയാണ് വൈഷ്ണ. പ്രത്യേകിച്ച് കോടതിയിലൊക്കെ പോയതിനു ശേഷം ഓടുകയാണ് കേട്ടോ. രാവിലെ ഓടി നടന്നാണ് വോട്ട് പിടിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും
മാത്രമല്ല വൈഷ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ പരാതി കൊടുത്ത ആൾ ഇപ്പോൾ ഹിയറിങ്ങിന് പോയി എന്താണ് പറയുന്നതെന്ന് അറിയില്ല. കോടതിയിൽ പോയതോടുകൂടി വൈഷ്ണയെ 4 പേര് അറിഞ്ഞു.